നാഗേന്ദ്രൻസ് ഹണിമൂൺസ് ഹോട്ട്സ്റ്റാറിൽ വെയിറ്റ് ചെയ്തൊരു സീരീസിന് വേണ്ടി ഇരിക്കുക. അത് റിലീസാകുമ്പോൾ തന്നെ പോയി കാണുക. അത് നമ്മൾ പ്രതീക്ഷ എന്താണോ അതിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അത് ഭയങ്കര ഒരു സംഭവമാണ്, പ്രത്യേകിച്ച് മലയാളത്തിൽ. അപ്പം നാഗേന്ദ്രൻസ് ഹണിമൂൺ അങ്ങനെയായിരുന്നു. നമ്മൾ സീരീസിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ ഓക്കെ ഇതൊരു കിടിലൻ സാധനമായിരിക്കും. പ്രത്യേകിച്ച് സുരാജ് വെഞ്ഞാറമൂടുണ്ട്, അതുപോലെ ഷാജോണുണ്ട്, പിഷാരടി ഇതിനകത്ത് റോൾ ചെയ്തിട്ടുണ്ട്, അലക്സാണ്ടർ പ്രശാന്ത് ചെയ്തിട്ടുണ്ട്. അവന് മലയാളത്തിൽ വലിയൊരു കാസ്റ്റ്. ഇപ്പം ഹീറോയിൻസിനെ നോക്കുകയാണെങ്കിൽ ശ്വേതാ മേനോൻ, കനി കുസൃതി, നിരഞ്ജന അനൂപ്, പിന്നെ അമ്മു അഭിരാമി, അങ്ങനെ കുറേ ആളുകൾ, നമ്മളറിയാവുന്ന കുറേ ആളുകൾ ഇതിനകത്ത് ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര വലിയ സംഭവമായിരുന്നു. അപ്പം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ടാഗിൽ ഭയങ്കര ക്യാച്ചി ആയിരുന്നു. അതായത് 1 Life 5 Wives എന്നുള്ളത്. അത് ഭയങ്കര ക്യാച്ചി, ഭയങ്കര സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൽ 6 എപ്പിസോഡുള്ള ഒരു കൊച്ചു സീരീസ്, പക്ഷേ 6 എപ്പിസോഡും ഒന്നിനൊന്ന് ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു സെക്കൻഡ് സീസണൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനെപ്പറ്റി നമുക്ക് പറയണ്ട, ഇപ്പോൾ നമുക്ക് സീസണെ പറ്റിയിട്ട് പറയാം. അപ്പം 6 എപ്പിസോഡ് 5 ഭാര്യമാർ. അപ്പം 5 എപ്പിസോഡിൽ ആദ്യത്തെ 5 എപ്പിസോഡിൽ നാഗേന്ദ്രൻ എന്തുകൊണ്ടാണ് ഈ ഓരോ ഭാര്യമാരെ കല്യാണം കഴിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പം ഈ സീരീസ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് തുടങ്ങി ഒരു 10 മിനിറ്റ് ആയിക്കണം, അല്ലെങ്കിൽ 5 മിനിറ്റ് ആയ സമയത്ത് ഇത് ഏത് കാലഘട്ടത്തിൽ അതിൻ്റെ ടൈം ലൈൻ അറിയാനൊരു ക്യൂരിയോസിറ്റി. അതായത് ഇപ്പോൾ എന്നാണ് നടക്കുന്നത്, പഴയ കാലം, അതായത് ലുക്ക് വൈസ് നോക്കുമ്പോൾ വെച്ച് കുറച്ച് പഴയലാണ് കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ടൈം ലൈൻ അത് ഏത് വർഷമാണ് നടക്കുന്നതെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി വന്നു. ആ ഒരു ടൈമിൽ ഇവർ ടൈം ലൈൻ പറയുന്നത് അല്ലെങ്കിൽ ഇയർ പറയുന്നത് ഭയങ്കര ഐഡിയപരമായിട്ട്, ഭയങ്കര ലോജിക്കായിട്ട് ഒരു റേഡിയോ ന്യൂസിനകത്ത്, സിമ്പിളായിട്ടൊരു റേഡിയോ ന്യൂസിനകത്തൂടെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയത് ഏത് വർഷത്തിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഒരു 90s ഏർലി 90s എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതൊരു സീരീസ് നടക്കുന്നത്. അപ്പം ആ ഒരു കാലഘട്ടം, അതായത് ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ മലയാള സിനിമകളൊക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ച് നാച്ചുറൽ ബ്യൂട്ടികൾ അല്ലെങ്കിൽ പ്രകൃതി ഭംഗികളൊക്കെ കാണില്ലേ, ആ സാധനങ്ങളൊക്കെ നമ്മൾ നല്ല HDയിൽ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. ആ ഒരു സാധനമാണ് ഈ ഒരു സീരീസിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയേണ്ടതാണ്. കറക്റ്റ് പണ്ടത്തെ സിനിമ കാണുന്നൊരു ഫീല് ഇതിൻ്റെ ഓരോ എപ്പിസോഡ് കാണുന്ന സമയത്തും ഓക്കെ നമ്മളിങ്ങനെ നൊസ്റ്റാൾജി പിടിച്ച് പണ്ടത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സീരീസ് തുടങ്ങുന്നു ഇങ്ങനെ. ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് നാഗേന്ദ്രനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നാഗേന്ദ്രൻ്റെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നാഗേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിക്കും പോകാതെ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ നടക്കുന്നൊരു ക്യാരക്ടർ. സോമൻ എന്ന് പറയുന്നൊരു കൂട്ടുകാരുണ്ട്, ബെസ്റ്റ് ഫ്രണ്ടാണ്. എല്ലാ കഥയിലും ഒരു ബെസ്റ്റ് ഫ്രണ്ട്, സോമൻ എന്ന് പറയുന്ന ബെസ്റ്റ് ഫ്രണ്ട്. പുള്ളിക്കാരൻ നാടകമൊക്കെ കളിച്ച് അല്ലെങ്കിൽ ബ്രോക്കറുടെ കുറേ പണികൾ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് നാഗേന്ദ്രൻ്റെയും സോമൻ്റെ ഒരു ഫ്രണ്ട് കുവൈറ്റിൽ നിന്ന് വരുന്നു, ഭയങ്കര പണക്കാരനായിട്ട് വരുന്നു. അപ്പം നാഗേന്ദ്രൻ്റെ കുവൈറ്റിൽ പോകാനായിട്ട് ആശ തോന്നുന്നു. ഈ ഒരു ആശയുടെ പുറത്താണ് ഈ സംഭവങ്ങൾ മൊത്തം, ഈ എൻ്റയർ സ്റ്റോറി നടക്കുന്നത് ഈ ഒരു കുവൈറ്റ് പോക്ക് കാരണമാണ്. അതായത് കുവൈറ്റിൽ പോകണമെങ്കിൽ വിസ വേണം, വിസയ്ക്ക് ഒരു 16,000 രൂപ വേണം. ആ ഒരു 16,000 രൂപ നാഗേന്ദ്രൻ എങ്ങനെ ഉണ്ടാക്കും എന്നിങ്ങനെ ആലോചിക്കുന്നു. അപ്പം ഇതിനുള്ള വഴികൾ സോമൻ ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരെ കല്യാണം കഴിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ട് സോമൻ നാഗേന്ദ്രനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. എന്നിട്ട് അവസാനം ക്ലൈമാക്സിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഷാജോൻ്റെ ക്യാരക്ടർ ഭയങ്കര, അതായത് നമ്മൾ ഷാജോൻ്റെ പോലീസ് ക്യാരക്ടറിൽ കണ്ടിട്ടുള്ളത് ഭയങ്കര ക്രൂരനായ പോലീസ് ക്യാരക്ടറാണ്. പക്ഷേ ഇതിനകത്ത് ഭയങ്കര കോമഡി അല്ലെങ്കിൽ കുറച്ച് കൂളായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഇത് കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലാതെ അതേപോലെ ഗ്രേസ് ആൻ്റണിയുടെ ക്യാരക്ടർ ഭയങ്കര എന്താണ്, ഗ്രേസ് ആൻ്റണി ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ലെന്ന് പറയാം. നല്ല ഭയങ്കര രസകരമായിട്ട് ഒരു അരപ്പിരിയുള്ളൊരു 10-30 വയസ്സുള്ള പെൺകുട്ടി എങ്ങനെയായിട്ട് ബിഹേവ് ചെയ്യുന്നത് അത് അതേപോലെ കാണിക്കുന്നു. അത് എടുത്തു പറയേണ്ടത് നാഗേന്ദ്രനാണ്. പൊട്ടൻ എന്ന് പറഞ്ഞാൽ അസലൊരു പൊട്ടൻ. ഒരു സ്വന്തമായിട്ടൊരു ഒപ്പീനിയനും ഇല്ല നാഗേന്ദ്രൻ. സോമൻ എന്ത് പറയുന്നു അത് ചെയ്യുന്നത്. സോമൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കുന്നു. എന്നിട്ട് സോമൻ പറയാം നമുക്കിത് ചെയ്യാം, ഇവിടുത്തെ പൈസ കിട്ടും, ഓക്കെ അത് ചെയ്യാം, അത് പോയി ചെയ്യുന്നു. സോമൻ എന്ത് പറയുന്നു അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളാണ് നാഗേന്ദ്രൻ എന്ന് പറയുന്നിട്ട്. സോമൻ കാരണം നാഗേന്ദ്രൻ അവസാനം പണി കിട്ടുന്നതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 6ാമത്തെ എപ്പിസോഡിൽ എൻ്റെ ക്ലൈമാക്സ് വന്ന സമയത്ത് ഭയങ്കര രീതിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനം. ഇതിങ്ങനെ വന്നല്ലോ എന്ന് നമുക്ക് തോന്നും. ഇതെല്ലാം കൂടെ എങ്ങനെ വന്നു എന്ന് തോന്നും. അങ്ങനെ ഒരു സാധനമൊക്കെ കൊണ്ട് അടിപൊളി നിർത്തിയിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് ഇതിനകത്തെ ആ ഒരു പഴമ കാണിച്ചിട്ടുള്ളതാണ്. അതായത് ആ ഒരു പഴയ നമ്മൾ എന്താണ് പറയുന്നത്, ഈ ഇപ്പോൾ വണ്ടിയാണെങ്കിലും KSRTC ഒക്കെ ഒരു ഓർഡിനറി KSRTC കാണിക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ നമ്മൾ ഒരു 70-80 ഏർലി 80s ഞാൻ പറഞ്ഞ പോലെ ഏർലി 80s ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിലുള്ള ആ ഒരു ലുക്കായാലും ഡ്രസ്സിങ് സ്റ്റൈലുകളായാലും വണ്ടികളായാലും പിന്നെ ഇപ്പോൾ ലോഡ്ജ് കാണിക്കുന്നത്
ഇത് ഓരോ ഭാര്യമാരെയും കല്യാണം കഴിക്കുന്നത് ഓരോ ജില്ലയിൽ പോയിട്ടാണ്. അതായത് പണ്ടത്തെ കാലം നമുക്കറിയാമല്ലോ, അങ്ങനെ ആരും ഇങ്ങനെ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയകളില്ല, അല്ലെങ്കിൽ ആളെ പറ്റിയിട്ട് അറിയാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളില്ല. ഓരോരുത്തർക്ക് പോകുന്നു, ഓരോരുത്തരെ ഓരോ സിറ്റുവേഷനിൽ പോയി ഇയാൾ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചിട്ട് ഇയാൾക്ക് കിട്ടുന്ന പണികളാണ് ഇത് നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന് പറയുന്നത്. ഹണിമൂൺസ് എന്ന് പറയുന്നത് നിതിൻ രഞ്ജി പണിക്കർ മാൻ സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. സിമ്പിൾ സ്റ്റോറി എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ സ്റ്റോറിയാണ്. ഇതിൻ്റെ ത്രെഡൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. കുവൈറ്റിൽ പോകാനായിട്ടൊരു 16,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇതെല്ലാം ചെയ്യുന്നത്. അതായത് ഇപ്പം 80കളിലൊക്കെ 16,000 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ വാല്യൂ കാണുമായിരിക്കും. അപ്പം അത്രയും പൈസ ഉണ്ടാക്കാനായിട്ട് പുള്ളിയുടെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെന്ന് പെട്ടു പോകുന്നതാണ്. പക്ഷേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒന്നിൽ നന്നായിട്ട് പോകുന്നു. എന്നിട്ട് അവസാനം ഇത് എന്ത് സംഭവിക്കുന്നു, പുള്ളി കുവൈറ്റിൽ പോകുന്നുണ്ടോ, അതൊക്കെ ഇങ്ങനെ. ഈ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറെ അങ്ങനെയാണ്. പുള്ളിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫ്രണ്ട് അവിടെ പോയിട്ട് കാശുകാരനായിട്ട് വന്നു, എന്നാൽ പിന്നെ അവിടെ പോയാൽ കാശുകാരനാകാമല്ലോ, അതായത് പണിയൊന്നും എടുക്കാതെ അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കാമെന്നുള്ള ഇതിൽ ചിന്തിച്ച് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ചെന്ന് പെടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ ഒരു സീരീസിനകത്ത് കാണിക്കുന്നത്. എന്തായാലും മാസ്റ്റർ പീസിനും പേരല്ലൂർ പ്രീമിയർ ലീഗിനും ശേഷം ഒരു കിടിലൻ സാധനം, ഭയങ്കര കോമഡി ആയിട്ടൊരു സാധനം. അതേപോലെ തന്നെ പക്ഷേ ഇതിനകത്ത് കോമഡി ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ഇപ്പം മാസ്റ്റർ പീസ് കണ്ടപ്പോൾ ഇങ്ങനെ ഭയങ്കര ആർത്തിച്ചിരിക്കുന്ന സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഭയങ്കര സിറ്റുവേഷണൽ കോമഡികളാണ്. പ്രത്യേകിച്ച് സുരാജിനെ നമുക്കറിയാമല്ലോ, പുള്ളിക്കാരൻ ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അതേപോലെ ഓരോ പല മതങ്ങളിൽ പോയി കല്യാണം കഴിക്കുമ്പോണ്ടാകുന്ന സിറ്റുവേഷൻ, അതൊക്കെ ഉണ്ട്. ഇതിന് അസലൊരു പൊട്ടൻ ക്യാരക്ടർ. നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോഴേ നിങ്ങൾക്ക് നാഗേന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന സീരീസിൻ്റെ സ്റ്റോറി എങ്ങോട്ടാണ് പോകുന്നത്. എന്തായാലും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്ത് 6 എപ്പിസോഡ് 3 മണിക്കൂറേ ഉള്ളൂ, കറക്റ്റ് 3 മണിക്കൂർ കാണും. ഒരു 3-10 മിനിറ്റ് അങ്ങനെ 3 മണിക്കൂർ 10 മിനിറ്റും കാണാം. അതിൽ കൂടുതലില്ല, ഒരു 30-34 മിനിറ്റാണ് ഒരു ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, ഓരോ എപ്പിസോഡിൻ്റെ. പിന്നെ നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ പോയി കാണാൻ പറ്റിയില്ലെങ്കിൽ ടെലഗ്രാമിൽ പോവുക. ഇന്നലെയാണെന്നാണ് ഞാൻ ആക്ച്വലി ഇതിൻ്റെ റിലീസ് എന്ന് വെച്ചിരുന്നത്, 18 പക്ഷേ 18 19. ഇന്ന് വന്നപ്പോഴേ സാധനം പോയിരുന്ന് കണ്ട് നിർവൃതി അണഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും നിങ്ങൾ പോയി കാണുക, കണ്ട് നിർവൃതി അണയുക. നാഗേന്ദ്രൻസ് ഹണിമൂൺസ്.